സിനുജി, മഹാരാഷ്ട്രയിൽ അങ്ങനെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് അന്ത്യം കുറിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം ദേവേന്ദ്ര ഫട്നവിസ് അവിടെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കാൻ പോകുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്ത. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം മഹാരാഷ്ട്രയെ കയ്യിലൊതുക്കിയ മറാഠയുടെ ആ വികാരങ്ങളെല്ലാം ആളിക്കത്തിച്ച ബാൽ താക്കറെയുടെ ശിവസേനയ്ക്ക് എന്ത് സംഭവിക്കുമെന്നുള്ള ഒരു ചോദ്യമാണ്. ശിവസേന ഏകദേശം അവസാനിക്കുമോ, ഇനി BJPയുടെ മണ്ണായിരിക്കുമോ മഹാരാഷ്ട്ര എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അതായത് ഇപ്പോൾ ഈ പറയുന്ന ദേവേന്ദ്ര ഫട്നാവിസിനെ ഈ BJPയുടെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞു. അതായത് നാളെ വൈകുന്നേരത്തോടുകൂടി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. സഭാ നേതാവായി തിരഞ്ഞെടുക്കുന്ന നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇങ്ങനെ പൂർത്തിയായപ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ മഹാരാഷ്ട്രയുടെ മണ്ണിൽ BJP വലിയൊരു ശക്തി കേന്ദ്രമായി മാറുകയാണ്. നേരത്തെ നമുക്കറിയാം ഒരു 105 സീറ്റോളം ഫട്നാവിസിനുണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായി മാറുകയും ഒപ്പം വന്ന ഏക്നാഥ് ഷിൻഡെയെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കുകയൊക്കെ ചെയ്തു. ഇപ്പോഴത്തെ പ്രശ്നം എന്താ, ഏക്നാഥ് ഷിൻഡെ പറയുന്നു തൻ്റെ ഭരണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത്തവണ മഹാരാഷ്ട്രയിൽ വിജയം വന്നത്. ഒരുപക്ഷെ അതിന് ശരിയെന്ന് പറയാം. കാരണം എന്താ, നിലവിലുള്ള മുഖ്യമന്ത്രിയുടെ ഒരു ഭരണത്തിൻ്റെ പോസിറ്റീവ് വശങ്ങളാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് BJP മത്സരിച്ച മണ്ഡലങ്ങളിൽ വലിയ വിജയം നേടി. ഏതാണ്ട് 120 സീറ്റിലധികം 130ഓളം സീറ്റ് BJP ഒറ്റയ്ക്ക് സ്വന്തമാക്കി. 140 മറ്റു സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് ഭരിക്കുകയും ചെയ്യാമായിരുന്നു. അത് ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മുൻപ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPക്ക് എവിടെ നിന്നൊക്കെയാണോ തിരിച്ചടി കിട്ടിയത് ആ സ്ഥലങ്ങളെയൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് ഈ ഫട്നാവിസ് നടത്തിയ പ്രവർത്തനങ്ങളാണ് മഹാരാഷ്ട്രയിൽ BJP രക്ഷിച്ചത്. അതുകൊണ്ട് നിലവിലുള്ള ഇപ്പോൾ യഥാർത്ഥ ശിവസേന എന്ന് പറയുന്ന ഏക്നാഥ് ഷിൻഡെയുടെ കൂടെയുള്ള വിഭാഗമാണ്. ആ ഷിൻഡെ വിഭാഗവും ഒപ്പം അജിത് പവാറിൻ്റെ NCPയും ഇവർ 3 പേരും കൂടി ചേർന്നിട്ട് ഇവരൊന്നിച്ച് ഭരിക്കാനായിട്ട് തീരുമാനിക്കുന്നു. ഇതിൽ അജിത് പവാറിൻ്റെ ഗ്രൂപ്പ് ആദ്യം തന്നെ BJPയുടെ ശക്തി തിരിച്ചറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഉറപ്പാണ് BJP ഭരിച്ചാൽ മതി, BJP ആണ് വലിയ ശക്തി, BJPക്ക് ഞങ്ങളെല്ലാ പിന്തുണയും നൽകുന്നു, ഒപ്പം അജിത് പവാറിനെ ഉപമുഖ്യമന്ത്രിയാക്കിയാൽ മതി. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്, ഏക്നാഥ് ഷിൻഡെ എന്ന് പറയുന്ന ശിവസേനയുടെ, അതായത് ഇപ്പോഴത്തെ നിലവിലെ ഔദ്യോഗിക ശിവസേന എന്ന് പറയുന്നത് ഷിൻഡെയുടെയാണ്. ഷിൻഡെ വിചാരിക്കുന്നത് ഞാൻ വളർന്ന് മാറി നിന്നാൽ BJP ഇവിടെ മൊത്തം കൈയടക്കും, പിന്നെ ഒരുപക്ഷെ ശിവസേനയ്ക്ക് വളർച്ച ഉണ്ടാവില്ല. ഉദ്ധവ് താക്കറെ വിഭാഗത്തിൻ്റെ ശിവസേനയ്ക്ക് ഉണ്ടായ തിരിച്ചടി അറിയാമല്ലോ. അപ്പോൾ ഇതുപോലൊരു സംഭവം അപ്പുറത്തുണ്ടായപ്പോൾ ഇനി ഒരു വളർച്ച ഉണ്ടാകരുത്. പക്ഷേ BJPക്കിടയിൽ ശിവസേനക്കിടയിൽ ചില തർക്കങ്ങളുണ്ടായി. എന്തുകൊണ്ടാണ്, ഇപ്പോൾ ഈ പറയുന്ന ഏക്നാഥ് ഷിൻഡെ വിഭാഗം ഇവിടുന്ന് വിട്ടുപോയെന്ന് വെച്ചു എങ്കിൽ പോലും BJPക്ക് അവിടെ സർക്കാർ ഉണ്ടാക്കാൻ പറ്റും. കാരണം അജിത് പവാറിൻ്റെ NCP കൂടെയുണ്ട്. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ ഏക്നാഥ് ഷിൻഡെ വിഭാഗവും ഉദ്ധവ് താക്കറെ വിഭാഗവും കൂടെ വേണമെങ്കിൽ ഒന്നിക്കാം. ഇന്നല്ല നാളെ മറ്റേനാൾ അല്ലെ, വരും വർഷങ്ങൾ. അങ്ങനെയാണെങ്കിൽ ശിവസേന വലിയ ശക്തിയാവും. അതായത് പഴയ ശിവസേനയുടെ ആ പ്രതാപം വീണ്ടെടുക്കാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ BJP വളരെ കൃത്യമായി ചിന്തിച്ചു, അങ്ങനെ ഒരു അവസരം കൊടുക്കുന്നത് BJPയുടെ ഇപ്പോഴത്തെ വളർച്ചയ്ക്ക് പിന്നീട് തടസ്സമായി മാറും. കാരണം ഒരു കാലത്ത് മറാഠ വികാരം ആളി കത്തിച്ചുകൊണ്ട് ബാൽ താക്കറെ ശിവസേനയെ എങ്ങനെയാണോ കൊണ്ടുവന്നത് ആ ശിവസേനയെ പിളർത്താൻ അല്ലെങ്കിൽ അതിനെ ദുർബലപ്പെടുത്താൻ BJPക്ക് ഘട്ടം ഘട്ടമായി കഴിഞ്ഞു. അതിൻ്റെ ഗുണമാണ് ഈ ഫട്നാവിസിലൂടെ ഇപ്പോൾ സാധിച്ചെടുത്തത്. അപ്പോൾ ഫട്നാവിസ് മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ ഏക്നാഥ് ഷിൻഡെ പിണങ്ങാതെ ഈ നേതൃത്വത്തെ അംഗീകരിക്കണം. വേണമെങ്കിൽ 2.5 വർഷം കഴിഞ്ഞിട്ട് ഈ ഫട്നാവിസ് മാറിക്കൊടുക്കാം. അപ്പോൾ ഷിൻഡെ വീണ്ടും മുഖ്യമന്ത്രിയാകും. വീണ്ടും ഫട്നാവിസിന് കേന്ദ്രത്തിലേക്ക് ഒരു പദവി കിട്ടും. കാരണം ദേശീയ നേതൃത്വത്തിലേക്ക് ഫട്നാവിസിനെ കൊണ്ടുവരാൻ BJPയുടെ നേതൃത്വം നേരത്തെ ആലോചിച്ചതാണ്. പക്ഷേ മഹാരാഷ്ട്ര എന്ന് പറയുന്ന സംസ്ഥാനം പിടിച്ചെടുക്കണമെങ്കിൽ ആ സ്ഥലത്തിൻ്റെ മുക്കും മൂലയും അറിയാതെ ഫട്നാവിസ് വേണം. അതുപോലെ നിതിൻ ഗഡ്കരി. അപ്പോൾ നിതിൻ ഗഡ്കരിയെ പോലെ അല്ലെങ്കിൽ ഗഡ്കരിക്ക് ഒരു പിന്തുടർച്ചാവകാശി, അതാണ് ഇവർ ഫട്നാവിസിൽ കണ്ടത്. ഇപ്പോൾ ഫട്നാവിസും ഏക്നാഥ് ഷിൻഡെയും തമ്മിൽ തർക്കമാണ്, ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി അടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്തകൾ മാധ്യമങ്ങളിലൂടെ സൃഷ്ടിച്ചു. ഇത് ഏക്നാഥ് ഷിൻഡെക്കും വേണം. കാരണം ഞാൻ പെട്ടെന്നൊരു കാര്യം അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്താൽ BJPക്ക് വഴങ്ങിയെന്നാകുമല്ലോ. അങ്ങനെ വഴങ്ങരുത് എന്നുള്ളൊരു ചിന്ത ഈ ഷിൻഡെക്കുണ്ട്. മാത്രമല്ല ഷിൻഡെ താഴെ തട്ടിൽ നിന്ന് വളർന്നു വന്ന ഓട്ടോ ഓടിച്ച് ഘട്ടം ഘട്ടമായി വളർന്നു വന്ന, അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുമായിട്ട് കൂടുതൽ സമ്പർക്കമുണ്ട്, കൂടുതൽ ബന്ധവുമുണ്ട്. മാത്രവുമല്ല ഈ ഫട്നാവിസ് ഒരു ഉന്നത കുല ജാതനാണ് എന്നുള്ളൊരു സന്ദേശം, അദ്ദേഹം ബ്രാഹ്മണനോ മറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സന്ദേശം മറാത്ത ജനങ്ങൾക്കിടയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറാത്തയെ അല്ലെ മഹാരാഷ്ട്ര എക്കാലവും ഭരിച്ചിട്ടുള്ളത് ഈ മറാത്തി വംശജനായ ഒരാളായിരിക്കും, അതായത് OBC-കാരനായിരിക്കും. അങ്ങനെ OBC-കാരനായ മറ്റാരെങ്കിലും വന്നോട്ടെ എന്ന് ഈ പറയുന്ന ഷിൻഡെ ഒരു നിലപാടെടുക്കുന്നു. അപ്പോൾ പക്ഷേ അതിനെ സമ്മതിച്ചു കൊടുത്താൽ BJPയുടെ നിലപാടിനെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ്. അപ്പം തൽക്കാലം ഫട്നാവിസിനെ അവിടെ കൊണ്ടുവരിക എന്നുള്ളത് BJPയുടെ ആവശ്യമാണ്. മാത്രമല്ല ഈ BJPക്ക് ഇത്രയും വലിയ വിജയം നേടിക്കൊടുക്കാൻ അക്ഷീണം പ്രയത്നിച്ചത്
ഈ ഫഡ്നാവിസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിക്ക് ഒരു അർഹതയുണ്ട് ആ പദവിയിലേക്ക്. അദ്ദേഹം ആ പദവിയിലേക്ക് വരട്ടെ. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് എതിര് നിൽക്കാൻ അല്ലെങ്കിൽ ഇതിനെ കുളം തോണ്ടാൻ ഒരുപക്ഷെ ശരത് പവാറിൻ്റെ NCPയും ഈ പറയുന്ന ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും ഒക്കെ ശ്രമങ്ങൾ നടത്തിയേക്കാം. കാരണം മഹാരാഷ്ട്രയിൽ എപ്പോൾ വേണമെങ്കിലും രാഷ്ട്രീയ അസ്ഥിരത സൃഷ്ടിക്കാൻ സാധിക്കും. അതിൽ ഏറ്റവും വലിയ പ്രേരണ അല്ലെങ്കിൽ ഏറ്റവും വലിയ പിന്തുണ നൽകാൻ കഴിയുന്നത് ശിവസേനയ്ക്കാണ്. ആ ശിവസേന ഷിൻഡെ വിഭാഗവും ഉദ്ധവ് താക്കറെ വിഭാഗവും തമ്മിൽ ഒന്നിച്ചാൽ പിന്നീട് BJP ഇപ്പോൾ ഇട്ട വിത്തുകൾ മുഴുവൻ പിന്നീട് പാഴായി പോകും. അപ്പോൾ BJP ഇപ്പോൾ വിത്തിട്ട് എന്തുകൊണ്ടാണ്? ഒറ്റയ്ക്ക് മത്സരിക്കാവുന്ന നിരവധി സീറ്റ് ഉണ്ടായിട്ടും 140 സീറ്റിൽ മാത്രമേ BJP മത്സരിച്ചുള്ളൂ. കൃത്യമായി സീറ്റുകൾ NCPക്ക് കൊടുത്തു, അതായത് അജിത് പവാർ വിഭാഗത്തിന് കൊടുത്തു. കുറേ സീറ്റുകൾ കൃത്യമായി ഷിൻഡേക്കും കൊടുത്തു. ഒറ്റയടിക്ക് ഇവരിങ്ങോട്ട് സീറ്റുകൾ എടുത്തിരുന്നെങ്കിൽ ഇവർ തമ്മിൽ തർക്കമുണ്ടായേനെ. അത് ഒഴിവാക്കാനാണ് ശ്രമിച്ചത്. ഇനി അടുത്ത 5 വർഷം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമല്ലോ. ആ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ ഈ മറാത്ത വികാരം കുറച്ചുകൂടി അങ്ങ് ഡൗൺ ആവും. അങ്ങനെ ആകുമ്പോൾ BJPക്ക് അവരുടെ ഭരണ ഒരു നേട്ടമൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വീണ്ടും കൂടുതൽ സീറ്റിൽ മത്സരിക്കാം എന്ന് പറഞ്ഞാൽ ഒറ്റ കക്ഷിയായിട്ട് മഹാരാഷ്ട്രയിൽ മാറാം. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ അതാണ് ശിവസേനയെ തകർക്കാനുള്ള, ശിവസേന എന്ന് പറയുന്ന ഹൈന്ദവ വികാരത്തിന്റെ ഒരു അടിത്തറ ഇല്ലാതാക്കാനായിട്ട് BJPക്ക് കഴിയുക. അതായത് ഈ ശിവസേന ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഹൈന്ദവീയമായ പാർട്ടിയാണ്. അതായത് BJP പോലും അല്ല. അത്രയും മറാത്ത വികാരം ആളിക്കത്തിച്ച് ഇത്രയും കാലം മഹാരാഷ്ട്രയെ കൈയടക്കി വെച്ചിരുന്ന ഒരു പാർട്ടിക്ക് ബാൽ താക്കറെ ഇങ്ങനെ കൈ ഉയർത്തിയാൽ മുംബൈ താഴെ നിൽക്കുമെന്നാണ് പറയുക. അപ്പൊ ആ രീതിയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയെ തങ്ങൾക്ക് ശത്രുവല്ലാത്ത രീതിയിൽ തങ്ങൾക്ക് അവിടെ പിടിച്ചെടുക്കാൻ BJP കളിച്ച സ്ട്രാറ്റജി അത് അംഗീകരിച്ചു കൊടുക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. കാരണം ഞാൻ പറഞ്ഞില്ല, ഈ ബാൽ താക്കറെ എന്ന് പറയുന്നത് ശരിക്കും ഹൈന്ദവ വികാരം ഉയർത്തിപ്പിടിച്ചാണ്. ഇപ്പം മദ്രാസി അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ അവിടെ ആധിപത്യം സ്ഥാപിച്ചു. ബാൽ താക്കറെ പറയാണ് ഇത് മറാത്തയുടെ മണ്ണാണ്, മറാത്ത വികാരമാണ്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കെതിരെയൊക്കെ ശക്തമായ നിലപാടെടുക്കുന്നത്. പക്ഷെ ബാൽ താക്കറെ ഒരിക്കലും അധികാരത്തിന്റെ പിന്നാലെ പോയില്ല. അദ്ദേഹം പിന്നിൽ നിന്നാണ് കളിച്ചത്. അതുകൊണ്ടാണ് പാർത്ത പറഞ്ഞ പോലെ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ആളുകൾ നിൽക്കുമായിരുന്നു. താഴെ തട്ടിലെ ആളുകൾ മുതൽ മുകൾ തട്ടിലുള്ള ആളുകൾ വരെ ബാൽ താക്കറെ എടുത്ത് നിൽക്കുന്നത് താക്കറയ്ക്ക് ഒരു രാഷ്ട്രീയ അല്ലെ പാർലമെന്ററി മോഹം ഇല്ലാത്തത് കൊണ്ടാണ്. ആ മോഹം ഇല്ലാതിരുന്ന ഈ ശിവസേന വിഭാഗം പിന്നീട് പാർലമെന്ററി മോഹം വന്ന മകൻ ഉദ്ധവ് താക്കറെയും അതുപോലെ തന്നെ ഏക്നാഥ് ഷിൻഡെയുമായി 2 വിഭാഗമായി പിളരുന്നു. അപ്പം ഈ ഹിന്ദു വികാരത്തിന്റെ ഉസ്താദ് അല്ലെ ഹിന്ദു വികാരത്തിന്റെ മുഴുവൻ ഹോൾസെയിൽ ഡീലർ ഞങ്ങളാണെന്ന് വരുത്തി തീർക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ശിവസേനയിൽ നിന്ന് പതുക്കെ അടർത്തി മാറ്റണം. മാത്രമല്ല ഈ ശിവസേനയുടെ അതായത് ബാൽ താക്കറയുടെ നിലപാടുകളെ മൊത്തം തെറ്റിച്ച ആളാണ് ഉദ്ധവ് താക്കറെ. മുസ്ലിം വിഭാഗവുമായി കൂട്ടുകൂടി, അവരുടെ ബദ്ധശത്രുക്കളായ കോൺഗ്രസുമായി ഒത്തുതീർപ്പിലെത്തി, NCPയുമായി കൂട്ടുകൂടുന്നു. അപ്പം ഈ ശിവസേനയുടെ അടിസ്ഥാന തലത്തിലുള്ള അല്ലെ അടിസ്ഥാനപരമായ എല്ലാ പോളിസിയിൽ നിന്നും മാറി ചിന്തിച്ചതുകൊണ്ടാണ് ജനങ്ങൾ ഈ ഉദ്ധവ് താക്കറെ വിഭാഗത്തെ കൈവിട്ടത്. പക്ഷേ ഷിൻഡെ അങ്ങനെയല്ല. ഷിൻഡെ വിഭാഗമാണ് യഥാർത്ഥ ശിവസേനയെന്നും ആ ശിവസേന ഇനിയും നിലനിൽക്കണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ BJPയുടെ അടുത്ത് ഒരു വിലപേശൽ തന്ത്രം പ്രയോഗിച്ചത്. എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം തന്നില്ലെങ്കിൽ ഞാൻ മന്ത്രിസഭയിലേക്കില്ല. അപ്പം ശിവസേന കൊള്ളാം, ശിവസേനയുടെ നിലപാട് ഇതാണോ, ആ ശിവസേനയെ ഉൾക്കൊള്ളുന്ന ജനങ്ങളുണ്ടല്ലോ അവർ പിന്തുണയ്ക്കും. പക്ഷേ വളരെ നല്ല ഒരു സ്ട്രാറ്റജി BJP കൈക്കൊണ്ടു. അങ്ങനെയല്ല, നമുക്കത് ചർച്ച ചെയ്യാം, നമുക്ക് പ്രശ്നം പരിഹരിക്കാം, നിങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം തരാം, നിങ്ങൾക്ക് പ്രധാന വകുപ്പുകൾ തരാം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇവർ അടുത്ത ഒരു തന്ത്രം ഉപയോഗിച്ചത് ഈ NCPക്ക് കൊടുത്ത അജിത് പവാറിന് വിഭാഗത്തിന് കൊടുത്തിരുന്ന വകുപ്പുകൾ കൂടി ഞങ്ങൾക്ക് വേണം. അപ്പോൾ എന്തുകൊടുത്ത് അവർ തമ്മിൽ തെറ്റിക്കാനാണ് അപ്പോൾ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഇതെല്ലാം മാനേജ് ചെയ്ത് വേണം BJPക്ക് മുന്നോട്ട് പോകാൻ. അതുകൊണ്ടാണ് അജിത് പവാർ വിഭാഗത്തെ ഒപ്പം തന്നെ കൂടെ നിർത്തിയിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും ഇവർ പോകരുത്. മാത്രവുമല്ല ഈ ഷിൻഡേക്കുള്ള ഒരു ചെറിയ പിണക്കമാണല്ലോ, ആ പിണക്കം അങ്ങ് മാറ്റാം. കാരണം 2.5 വർഷം അവർ ഭരിച്ചതല്ലേ. അതുകൊണ്ട് ഷിൻഡെ നിങ്ങൾ പറയുന്നത് കേൾക്കാം. അപ്പോൾ ഷിൻഡെ പറഞ്ഞു എൻ്റെ മകനെ ഉപമുഖ്യമന്ത്രിയാക്കാം. അപ്പോൾ ഉള്ള പ്രശ്നം എന്താ, ഷിൻഡെയുടെ മകൻ എന്ന് പറയുന്നത് താരതമ്യേന ജൂനിയറാണ്. അങ്ങനെ ഒരാളെ പിടിച്ച് ഉപമുഖ്യമന്ത്രിയാക്കിയാൽ ശിവസേനയ്ക്കുള്ളിൽ പ്രശ്നം ഉണ്ടാകും. അത് ഷിൻഡെ മുൻകൂട്ടി കണ്ടു. കാരണം BJPയുടെ തന്ത്രം എന്ന് പറയുന്നത് ആ രീതിയിലാണെങ്കിൽ ശിവസേനയ്ക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും മറ്റൊരാൾ ഉപമുഖ്യമന്ത്രി ആയാൽ അയാൾ ഷിൻഡേക്കാൾ മുകളിലേക്ക് വളരുകയും ചെയ്യും. ഇത് ഷിൻഡെ തിരിച്ചറിയും. അപ്പോൾ ശിവസേനയുടെ ഒരു പ്രസക്തി നഷ്ടപ്പെടരുത്, ആ രീതിയിൽ നിർത്തണമെന്നും നിലവിലുള്ള സ്വാധീനം അതേപടി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഷിൻഡെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഷിൻഡെ തയ്യാറായത്. അങ്ങനെ തയ്യാറായില്ലെങ്കിൽ BJP മൊത്തം മേഖല കൈയടക്കുകയും സ്വാഭാവികമായിട്ടും BJPയുടെ ഒരു എന്താ പറയുക ഈ MLA-മാരുടെ എണ്ണം വെച്ച് അവർക്ക് ഭരിക്കാനുള്ള അധികാരവും അവകാശമുണ്ട്. അതിന് ഞങ്ങളിപ്പോൾ വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ ശിവസേന സ്വാർത്ഥത കാണിക്കുമെന്ന് ജനങ്ങൾ തിരിച്ചറിയും. അത് പിന്നീട് വലിയ ദോഷം ചെയ്യും. അതുകൊണ്ടാണ് താൽക്കാലികമായി ഇവർ പിന്മാറുന്നത്. ഇപ്പോൾ അജിത് പവാർ എന്ന് പറയുന്ന ഉപമുഖ്യമന്ത്രി വരുന്നു. ഒപ്പം ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം ഈ ശിവസേനയ്ക്കുണ്ട്. അതിൽ ഷിൻഡെ വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. നേരത്തെ ഫഡ്നാവിസ് മുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ചിട്ട് ഈ ഷിൻഡെയുടെ കീഴിൽ ഉപമുഖ്യമന്ത്രിയായി. അതുപോലെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഷിൻഡെയും തയ്യാറായാൽ പ്രശ്നം തീരും. അങ്ങനെ തയ്യാറായാലും ഇല്ലെങ്കിലും
BJP ശിവസേന ഏതാണ്ട് ഒതുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനി ഹിന്ദുത്വ എന്ന വികാരത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം BJPക്ക് മാത്രമാവും. BJP മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുന്ന കാലം വിദൂരമല്ല. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റുന്ന അത്ര സീറ്റുകൾ അവർ സ്വന്തമാക്കും. അതായത് മഹാരാഷ്ട്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ശിവസേനയെ കവച്ചു വെച്ചുകൊണ്ട് ഇനി BJP ആകാൻ പോകുന്നു. അതെ.